നമസ്കാരം. സിദ്ധരാമയ്യ കള്ളം പറയുന്നത് ആർക്ക് വേണ്ടി? അതൊരു വലിയ ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ പറഞ്ഞത് ഇവിടെ 100 വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെ, അതായത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, 100 വീടുകൾ. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുവെങ്കിൽ പോലും പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാർ ഒരക്ഷരം കമ എന്ന് മിണ്ടിയില്ല എന്നാണ് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഇതിൽ വാസ്തവമുണ്ടോ? ഇല്ല തന്നെ. ഒരു തരിമ്പ് പോലും വാസ്തവമില്ലാത്ത പച്ചക്കള്ളമാണ് സിദ്ധരാമയ്യ വിളിച്ചു പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനു പറയുന്നു? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് KC വേണുഗോപാലും VD സതീശനും നടത്തുന്ന ഗൂഢശ്രമം അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സിദ്ധരാമയ്യ ഇത്തരത്തിൽ ഒരു വിടുവായത്തം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊരു ആവശ്യം ഇവിടെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അതിന് നന്ദി രേഖപ്പെടുത്തിയിരുന്നു, ആ ഒരു മനസ്സിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നും ആ ടൗൺഷിപ്പിന് ആവശ്യമായ എല്ലാത്തിനും ഒരേപോലെയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു പ്ലാൻ തയ്യാറാക്കി അറിയിക്കാം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയായി സിദ്ധരാമയ്യ പറഞ്ഞത് ഞങ്ങൾ 100 വീടുകളാണ് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അല്ലാതെ നിങ്ങൾ ടൗൺഷിപ്പിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ 100 വീടുകൾ വെച്ചു കൊടുക്കും, വീടുകളാണ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടവയല്ല എന്നുള്ള തരത്തിൽ സിദ്ധരാമയ്യ തിരിച്ച് അറിയിച്ചു. ഇവർ തമ്മിൽ ഫോണിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടന്നതാണ്. അപ്പോൾ ഏകീകൃത സ്വഭാവമുള്ള ഒരു പ്ലാൻ അംഗീകരിക്കാൻ ഈ പറയുന്ന സിദ്ധരാമയ്യ തയ്യാറായില്ല. അപ്പോൾ അതിനാണ് അതിന് വേണ്ടിയിട്ട് ഭൂമി ലഭ്യമാക്കണം. അപ്പോൾ അത് ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഏകദേശം ഭൂമി സംബന്ധിച്ചുള്ള ഏകദേശ കാര്യങ്ങളെക്കുറിച്ചുള്ള നീക്കുപോക്കിലേക്ക് നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായി വരുന്നു. അപ്പം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വീടുകൾ വെക്കുന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഏകദേശം മൈക്രോ പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അവിടുത്തെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടനം MP രാജേഷ് അത് നടത്തുകയും ചെയ്തു. ഏകദേശം 1084 കുടുംബങ്ങളിൽ നിന്ന് 4636 പേരെ ദുരന്തം ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ പറയുന്ന ആൾക്കാർ, ഇത്രയും 4000-ലധികം ആളുകൾക്ക് ഈ പറയുന്ന മൈക്രോ പ്ലാനിൻ്റെ പ്രയോജനം ലഭിക്കും. അപ്പം ഇവിടെ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഇവരുടെ അടിയന്തരമായി ഇവരെ പുനരധിവസിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പോയതാണ്. അതിനിടയിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ധാരണയായി വരുന്ന സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യയുടെ ഈ കള്ളം പറച്ചിൽ. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെ കാര്യങ്ങൾ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഗൗനിച്ചില്ല എന്നാണ് ആ പറച്ചിൽ. അതുമായി ബന്ധപ്പെട്ട കള്ളത്തരം ഇതോടുകൂടി പൊളിയുകയാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇങ്ങനെയൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ച കർണാടക മന്ത്രിസഭയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ഈ പറയുന്ന കാര്യങ്ങൾ ഫോണിൽ നിരന്തരമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ എന്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കള്ളം സിദ്ധരാമയ്യ പടച്ചുവിട്ടത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.